ആൻസർ ആണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇപ്പോഴും മനസ്സിലാക്കുക, ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പഠിച്ചത് നമ്മുടെ അപ്ലയൻസ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബോണസ്. അവരില്ലെങ്കിൽ ആ ദൗത്യം കൂടെ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഓണർഷിപ്പ് എടുക്കാനുള്ള ഒരു മനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മളെ പോലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ക്രൗണോ, യൂണിവേഴ്സൽ ക്രൗണോ, അല്ലെങ്കിൽ ഡബിൾ ക്രൗണോ, ഡബിൾ യൂണിവേഴ്സൽ ക്രൗണോ ഒക്കെ ആക്കിയെടുക്കുന്നത്. ഓണർഷിപ്പ് എടുക്കണം. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഓണർഷിപ്പ് എടുക്കുന്നത് എപ്പോൾ? ഈ ബിസിനസ്സിലൂടെ ആരാവണം, എവിടെ എത്തണം എന്നുള്ളതിനെ പറ്റി ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവും. ആ ക്ലാരിറ്റി ഉണ്ടാവുക. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമുക്കൊരു ലക്ഷ്യബോധമില്ലാതെ ബിസിനസ്സിനകത്ത് ചെയ്യരുത്. നമുക്ക് ധാരാളം ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ മുന്നിൽ വരാം. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടി, എന്ത് പർപ്പസോടെ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് നോട്ട് ചെയ്താൽ എപ്പോഴും നന്നായിരിക്കും. ആ പർപ്പസ് വ്യക്തമാക്കുക. അതിന് ഏറ്റവും നല്ലൊരു മാർഗം, നമ്മൾ നമ്മുടെ ഫാമിലി കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത്, വെസ്റ്റീജ് ബിസിനസ്സും കൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതിന്റെ ആവശ്യകത എന്തെന്നുള്ളത് ഒരുമിച്ചിരുന്നൊന്ന് ഡിസ്കസ് ചെയ്ത് ഫാമിലിയുടെ ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിന്റെ 4 ഇരട്ടി സ്പീഡിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ഇതൊരു ഫാമിലി ഓറിയന്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു ഫാമിലി ബിസിനസ്സാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫും മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. ഒരുപക്ഷെ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം, വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ ആ ഫാമിലിയുടെ ഗോളാണ് അവിടെ ഫുൾഫില്ല് ചെയ്യപ്പെടേണ്ടത്. സോ ഫാമിലിയുടെ ഗോള് സെറ്റാക്കി എടുക്കണം. രണ്ടാമത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു പോയിന്റ്, പലപ്പോഴും ഈ ബിസിനസ് ഒരു എംപ്ലോയി ആറ്റിറ്റ്യൂഡിൽ, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ മൈൻഡ് സെറ്റിലൊക്കെ നിന്നിട്ടായിരിക്കും ചെയ്യേണ്ടത്. അവിടെ നിന്ന് ഒരു ഓൺട്രപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിലേക്ക് മാറുന്ന പ്രവണതയിലേക്ക് നമ്മൾ ചെയ്യിച്ചാവണം. ഒരു സംരംഭക അല്ലെങ്കിൽ ഒരു സംരംഭകനാവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുണ്ടായി വരേണ്ടത്. ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ലാൻഡ് വേണ്ട, ലേബർ വേണ്ട, ക്യാപിറ്റൽ വേണ്ട. ഇവിടെ വർക്ക് ചെയ്യുന്ന ട്രേഡ് വിത്ത് ടെക്നോളജി, ഒരു ടെക്നോളജിയാണ് ശരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ വേണ്ട, അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ നാട്ടിലേക്ക് ആലോചിക്കുക. കേരളത്തിൽ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും, ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടാണ് ഇവിടെ ഓരോ ആൾക്കാരും 10,000-ങ്ങളും ലക്ഷങ്ങളും വാങ്ങുന്നത്. നമ്മുടെ ബിസിനസ്സിലോ 1000 മുടക്കിയാൽ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പലർക്കും അത് വിശ്വാസമല്ല. എന്നാൽ പോലും സ്കൂളുകളിലൊക്കെ ആലോചിക്കുക, 30 ലക്ഷം, എനിക്കറിയില്ല, 30 ലക്ഷമോ 40 ലക്ഷമോ ഒക്കെ മുടക്കിയിട്ട് പറ്റിയൊക്കെയാണ് സ്കൂളിൽ ഒരു ജോലി വാങ്ങുന്നത്. അല്ലെങ്കിൽ 50 ലക്ഷം, 1 കോടിയൊക്കെ മുടക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് റൺ ചെയ്യിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും അത് ഫെയിലിയർ ആവുന്ന സീൻ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ബിസിനസ് ആലോചിച്ച് നോക്ക്, 0 ഇൻവെസ്റ്റ്മെന്റിലൂടെ ഹീറോ ആയിട്ട് മാറാൻ പറ്റും. 0 ഇൻവെസ്റ്റ്മെന്റ് ഒരാളുടെ ലൈഫ് ഒരു 360 ഡിഗ്രി എങ്കിലും ടേൺ ചെയ്യിക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ലൈഫിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ലൈഫിനെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. അതിന് പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിന്റെ ഉടമ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനൊന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. നമ്മുടെ പ്രൊഫഷൻ എന്തുമായിക്കട്ടെ, അതിൽ എന്ത് ചലഞ്ചസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഫഷൻ ഇട്ടേച്ച് പോകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ പ്രൊഫഷൻ വെസ്റ്റീജ് ഒന്ന് മാറ്റി വെച്ചാൽ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരാണ്. വെസ്റ്റീജിൽ വന്നതിന് ശേഷമാണ് ഈ ബിസിനസ് മുഴുവൻ സമയമായിട്ട് ഒരു പക്ഷെ ചെയ്തത്. ആലോചിച്ച് നോക്കുക, നമ്മള് ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും ആലോചിച്ചു. ഇതില് എന്തിന് ചെയ്യുന്ന വെച്ചാൽ വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കി മുന്നോട്ട് പോയ ആ മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഒരു തടസ്സങ്ങൾക്ക് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ബിസിനസ്സിലെ എന്തെങ്കിലും ഒരു തടസ്സം വരുന്നുവെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മളാണ്, നിങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വിചാരിച്ചാൽ ഈ ബിസിനസ്സിൽ DUCD ആവാൻ പറ്റും. നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ബ്രോൺസ് പോലും ആവാൻ പറ്റില്ല. അതാണ് മൈൻഡ് സെറ്റ്. തടസ്സങ്ങൾ വരെ എല്ലാ മേഖലയിലും വരെ, ആ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തയ്യാറെടുപ്പ്. അതിന്റെ ഭാഗമാണല്ലോ നമ്മൾ ആലോചിച്ച് നോക്കെ, മോർണിംഗിൽ നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ പോലത്തെ പ്രോസസ്സുകളിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്തത്. താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. ഈശ്വര വിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക,
ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പഠിച്ചെടുക്കാറുണ്ട്. എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൈൻഡ്, സെക്കൻഡ് ആക്ച്വൽ. മൈൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആക്ച്വൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ അത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിന് പറ്റുന്ന ഒരു റിച്ച് മാൻ മൈൻഡ് സെറ്റ്, അതിലേക്ക് കടന്നു വരാൻ നിങ്ങൾ തയ്യാറാവണം. ആർ യു റെഡി? അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റുന്ന മൈൻഡ് സെറ്റാണ് നമുക്ക് ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ ബിസിനസ് അല്ല, അതിനപ്പുറത്തെ ബിസിനസ്സിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ നവംബർ മന്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നവംബർ മന്ത് എല്ലാ വർഷവും ഹൈയസ്റ്റ് വോളിയം തരുന്ന മാസമാണ്. ഏറ്റവും ഹൈയസ്റ്റ് വോളിയം നിങ്ങൾ ഓരോരുത്തരും നോക്കുക, നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ ഏറ്റവും ഹൈയസ്റ്റ് വോളിയം തരുന്ന ഒരു മന്ത് ആയിരിക്കും നവംബർ. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഗ്രോത്ത് റേഷ്യോ നോക്കിയാൽ 100% ഗ്രോ ചെയ്തവരുണ്ടാവും, 80%, 50% ഒക്കെ ഗ്രോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ബിസിനസ്. ഈ എന്താ ഇന്ന് 12-ാം തീയതി ആയപ്പോ അല്ലെങ്കിൽ 13-ാം തീയതി ആയപ്പോ ഇനി ആലോചിച്ചോക്കെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം വലിയ ഗ്രോത്തിലേക്ക് പോകും. ആ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ കാണാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന മൈൻഡ് സെറ്റ്, ആർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റ്. അത് നമ്മൾ എന്താ ചെയ്യണം? എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ അഫർമേഷൻ, അല്ലെങ്കിൽ പവർ ഓഫ് സ്പോക്കൺ വേർഡ്സ്. എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു ദിവസം വേണ്ട കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഒരു ദിവസം ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൂടാ? അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് പറയാനും റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കാനും റിപ്പീറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടോ ഒരു വ്യക്തി സക്സസ്ഫുൾ ആയി വരണമെന്നില്ല, എക്സ്പെഷ്യലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അവിടെയാണ് നമ്മൾ വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഗോക്രൗൺ നമുക്ക് തന്ന വലിയൊരു തിരിച്ചറിവാണ്. വലിയൊരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഐ ഓപ്പണിംഗ് ആയിട്ട് തന്നെ നമുക്ക് മാറാൻ സാധിച്ചു. ആം ഐ റൈറ്റ്? ഗോക്രൗൺ അറ്റൻഡ് ചെയ്ത് ധാരാളം പേര് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. നമ്മളുടെ കണ്ണ് തുറപ്പിച്ചതാണ് ഗോക്രൗൺ. ഗോക്രൗണിൽ ധാരാളം ടീച്ചിങ്സുകൾ നമുക്ക് കേട്ടു. ഇന്നേ വരെ നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും ഇന്ന് വരെ അറിയില്ലാത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചു. സോ അതുകൊണ്ട് തന്നെ ഗോക്രൗൺ നമുക്ക് തന്ന വളരെ വലിയൊരു തിരിച്ചറിവാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഞാൻ ഗോക്രൗണിൽ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിലയോടെ കണ്ടൊരു കാര്യമുണ്ട്. കാരണം അവിടെ നമ്മുടെ അനൂപ് ഗുപ്ത സാർ ആണെന്ന് തോന്നുന്നു ഈ പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവണമെങ്കിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ നോളജ് പ്ലസ് ഇന്നസെൻസി പ്ലസ് സബ്മിഷൻ ഇസ് ഈക്വൽ ടു സക്സസ്. നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നോളജ് പ്ലസ് ഇന്നസെൻസി പ്ലസ് സബ്മിഷൻ ഇസ് ഈക്വൽ ടു ബിഗ് സക്സസ് ഓർ മാസീവ് സക്സസ്. ആ വലിയ വിജയം ഉണ്ടായി വരണമെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തി എവിടെ നിന്നൊക്കെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റുക അത് മുഴുവൻ നമ്മൾ വർദ്ധിപ്പിക്കണം. മാക്സിമം നോളജുകൾ വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ CP രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അപ്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ബുക്സുകൾ റീഡ് ചെയ്ത് എവിടെ നിന്നൊക്കെ കിട്ടാവുന്ന അറിവുകൾ മുഴുവൻ എടുക്കണം. എന്നെ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ ഇന്നസെൻസി, അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു തിരിച്ചറിവാണ്. നമുക്കൊന്നും അറിയില്ല. ഐ ആം റെഡി ടു ഗ്രോ സർ. എനിക്കൊന്നും അറിയില്ല, ഞാൻ ഗ്രോ ചെയ്യാൻ റെഡിയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? എനിക്കൊന്നും അറിയില്ല. ആ ഇന്നസെൻസിയിലുള്ള ഒരു ടോക്കിന് നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മൾ മലയാളികൾ എന്താണ്, എനിക്കെല്ലാം അറിയാം. ഇതൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഇതൊക്കെ സുരേഷ് കുമാർ സാറല്ലേ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്കൊന്നും അറിയില്ല എന്നൊരു മൈൻഡോടെ ഇരുന്നിട്ട് ആ ഡയറിയും പെൻ എടുത്തിട്ട് നോട്ട് എഴുതി എടുത്ത് നോക്കി, നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് മാറും. നമുക്കൊന്നും അറിയില്ല. 100% സിൻസിയർ ആയിട്ട് വിന്നിംഗ് ടീമിലും 100% സിൻസിയർ ആയിട്ട് നിങ്ങളുടെ ഗ്രോയിങ് അപ്ലൈയിലും സബ്മിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ വെസ്റ്റീജ് ആൻഡ് വിന്നിംഗ് ടീം കോമ്പിനേഷൻ. ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. 100% സിൻസിയർ ആയിട്ടുള്ള സബ്മിഷൻ. വിന്നിംഗ് ടീമില് ഫസ്റ്റ് വിന്നിംഗ് ടീം, സെക്കൻഡ് ഗ്രോയിങ് അപ്ലൈ, ദെൻ സക്സസ് നമ്മളുടെ കൈകളിൽ വരും. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കി, നമ്മൾ ആക്ച്വലി എന്തിനാ ഈ ബിസിനസ്സിൽ വന്നിരിക്കുന്നത്? ടൈപ്പ് ചെയ്യാൻ നമ്മൾ എന്തിനാ ഈ ബിസിനസ്സിനകത്ത് വന്നിരിക്കണം?
സീരിയസ് ആയിട്ട് ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് അൾട്ടിമേറ്റ് എയിം? എന്താണ് അൾട്ടിമേറ്റ് എയിം? എന്താണ്?